തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗം ഇന്നൊരു സിനിമ ക്ലൈമാക്സിനേക്കാൾ കൂടുതൽ ആവേശകരം ആകുകയാണ്. ഒരു വശത്ത് തളപതി വിജയ് ആരാധക സൈന്യത്തെ രാഷ്ട്രീയ പിന്തുണയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. മറുവശത്ത് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ അനുഭവസമ്പന്നനായ ഭരണാധികാരി, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യ വക്താവ്. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ വേദിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് വിജയ് എം.കെ. സ്റ്റാലിൻ എന്ന താരതമ്യമാണ്. തമിഴ്നാട് സിനിമയുടെ ജനപ്രിയ നായകനായി ആരാധകരുടെ ഹൃദയം കീഴടക്കിയ വിജയ് ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തേക്ക് വെള്ളിത്തിരയിൽ നീതിക്കും സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി പോരാടിയ കഥാപാത്രങ്ങളിലൂടെ ജനകീയനായ അദ്ദേഹം യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിലൂടെ സമൂഹ മാറ്റത്തിനുള്ള തൻ്റെ ആഗ്രഹം തുറന്നു പറയുന്നു. അഴിമതിയില്ലാത്ത ഭരണവും സാമൂഹ്യ നീതിയും യുവജന ശക്തിയും കാരണം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ് വിജയ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് യുവാക്കളെയും സാധാരണക്കാരെയും ആകർഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന പ്രതീക്ഷയാണ് ഉയർത്തുന്നത്. സിനിമയിൽ നിന്നുള്ള ജനപിന്തുണ രാഷ്ട്രീയത്തിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യത്തിനൊപ്പം വിജയിൻ്റെ രാഷ്ട്രീയ യാത്ര വലിയ ചർച്ചകൾക്കും സാധ്യതകൾക്കും തുടക്കമാവുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനം ഏറ്റെടുത്ത നേതാവാണ് എം.കെ. സ്റ്റാലിൻ. ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ ശില്പി കൂടിയായ മുൻ മുഖ്യമന്ത്രി എം.കെ. കരുണാനിധിയുടെ മകനായി ജനിച്ച സ്റ്റാലിൻ ചെറുപ്പം മുതലേ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പൊതുജീവിതത്തിലേക്കും കടന്നിരുന്നു. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ സാമൂഹ്യ പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ട അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിബദ്ധതയ്ക്ക് അടയാളമായി. പിതാവിൻ്റെ പാരമ്പര്യത്തെ ആശ്രയിച്ചല്ല, നിലത്തു നിന്നുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് സ്റ്റാലിൻ തൻ്റെ രാഷ്ട്രീയ ജീവിതം രൂപപ്പെടുത്തിയത്. DMK യുവജന വിഭാഗത്തിൽ സംഘടനയായി തുടക്കം കുറിച്ചു. പിന്നീട് ചെന്നൈ മേയറായി പ്രവർത്തിച്ച് നഗരവികസനവും ഭരണപരിഷ്കാരങ്ങളും നടപ്പിലാക്കി ശ്രദ്ധ നേടി. സംഘടനാപരമായ പരിചയവും ഭരണ നൈപുണ്യവും പ്രതിപക്ഷ നേതൃത്വവും ചേർന്നാണ് സ്റ്റാലിൻ്റെ രാഷ്ട്രീയ പ്രവേശനവും വളർച്ചയും. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ദിശാബോധവും നൽകുന്ന നേതാവായി അദ്ദേഹം ഉയർന്നു. ഇരുവരും ജനങ്ങളോട് സമീപിക്കുന്ന രാഷ്ട്രീയ രീതിയും കാഴ്ചപ്പാടും അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട്. അതാണ് 2026 വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യത സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ ചർച്ചകളിലും ചോദ്യം ഒന്നു മാത്രം: വിജയുടെ രാഷ്ട്രീയ വരവ് സ്റ്റാലിന് ഭീഷണിയാകുമോ? പക്ഷേ ഇവിടെ ചില വ്യത്യാസങ്ങളുണ്ട്. വർഷങ്ങളായി സിനിമയിലൂടെ സമൂഹത്തിൽ സന്ദേശങ്ങൾ പറഞ്ഞ വിജയ് ഒടുവിൽ അതിനെ രാഷ്ട്രീയത്തിലേക്ക് മാറ്റുകയാണ്. ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന വിജയുടെ പ്രസംഗങ്ങൾ യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഫാൻസ് അസോസിയേഷനിൽ നിന്ന് ഗ്രൗണ്ട് ലെവൽ നെറ്റ്വർക്കിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം തന്നെയായിരുന്നു വിജയുടെ തന്ത്രവും. അത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ മറുവശത്ത് സ്റ്റാലിൻ ഒട്ടും മോശക്കാരനല്ല. 50 വർഷത്തെ രാഷ്ട്രീയ അനുഭവം കൂടാതെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ്, അതിനു പുറമെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികൾ, ആരോഗ്യം, സാമൂഹ്യ നീതി പദ്ധതികൾ ഇപ്പോഴും വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ നിലനിർത്തുന്നു. ഇവയെല്ലാമാണ് വിജയ് എന്ന നേതാവിനെ സ്റ്റാലിൻ ഒരു ശക്തനായ എതിരാളിയാക്കുന്നത്. ഒരു ജനനായകൻ ഒരു ജനപ്രതിനിധിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെ നമുക്ക് വരും കാലങ്ങളിൽ കാണാൻ സാധിക്കും. രാഷ്ട്രീയ നിരീക്ഷകന്മാർ അതുപോലെ രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് പോലെ വിജയ് DMK വോട്ടുകളേക്കാൾ കൂടുതൽ ആൻറ്റി എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് വോട്ടുകളെയാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ സ്റ്റാലിൻ്റെ മുന്നിൽ യഥാർത്ഥ വെല്ലുവിളിയാകാൻ വിജയ്ക്ക് ഒരു സ്ഥിരമായ പാർട്ടി ഘടനയോ പ്രാദേശിക നേതാക്കളോ ദീർഘകാല രാഷ്ട്രീയ നിലപാടെല്ലാം ആവശ്യമായി വരും. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ സജീവ പ്രവർത്തനത്തിന് പിന്നാലെ കരൂരിൽ നടന്ന പരിപാടിയിൽ വലിയ ജനക്കൂട്ടം ഒന്നിച്ച് ക്രൗഡ് കൺട്രോൾ പ്രശ്നങ്ങൾക്ക് കാരണമായി. വിജയെ കാണാൻ ആയിരക്കണക്കിന് ആരാധകരും പ്രവർത്തകരും എത്തിയതോടെ സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും സമ്മർദ്ദത്തിലായി. ചില സമയങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ ആശങ്കയും വിമർശനങ്ങളും ഉയർന്നു. ഈ സംഭവം വിജയുടെ ജനപ്രീതി എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നതിനൊപ്പം ഭാവിയിലെ രാഷ്ട്രീയ പരിപാടികൾ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളും മുൻകൂട്ടി ആസൂത്രണം അനിവാര്യമാണെന്നതും ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം എന്ന് ആവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉയരുന്നു. ഭരണവിരുദ്ധ വികാരങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, അധികാര കേന്ദ്രീകരണം എന്നിവയെക്കുറിച്ചുള്ള വിമർശനങ്ങളും അദ്ദേഹം നേരിടുന്നു. വിജയ് അവതരിപ്പിക്കുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ മുഖമാണ്. സിനിമയിലൂടെ നേടിയ ജനതയെ രാഷ്ട്രീയ മൂലധനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. യുവാക്കളെയും ആദ്യ വോട്ടർമാരെയും ശക്തമായി ആകർഷിക്കുന്നു. ആവിരുദ്ധത, സുതാര്യത, ജനപങ്കാളിത്തം, ഭരണ സംവിധാനങ്ങളിലെ മാറ്റം എന്നിവയാണ് വിജയുടെ രാഷ്ട്രീയ ഭാഷ.
നിലവിലെ രാഷ്ട്രീയ ഘടനകളോട് അസന്തോഷമുള്ള ജനവിഭാഗങ്ങൾക്ക് അദ്ദേഹം ഒരു പ്രതീക്ഷയുടെ പ്രതീകമായി മാറുന്നുണ്ട്. ഇനി വരും കാലങ്ങളിൽ വിജയ് രാഷ്ട്രീയത്തിൽ വിജയകരമായ ഒരു ഹീറോ ആകുമോ, അല്ലെങ്കിൽ സ്റ്റാലിൻ അനുഭവത്തിന്റെ ശക്തിയിൽ വീണ്ടും ജയിക്കുമോ എന്നതിന് ഉത്തരം തീരുമാനിക്കേണ്ടത് തമിഴ്നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. 2026 തിരഞ്ഞെടുപ്പ് പരമ്പരാഗത ഭരണകക്ഷി രാഷ്ട്രീയവും പുതിയ ജനകീയ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമായി മാറുകയാണ്. സ്റ്റാലിൻ ഭരണപരിചയവും സംഘടനാ ശക്തിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ വിജയ് ജനകീയ വികാരവും മാറ്റത്തിന്റെ രാഷ്ട്രീയമെന്ന ആശയവും ഉയർത്തുന്നു. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വോട്ടിംഗ് ബാങ്കുകളുടെ പുനർക്രമീകരണം, യുവജന രാഷ്ട്രീയത്തിന്റെ ഉയർച്ച, സിനിമാ രാഷ്ട്രീയ ബന്ധത്തിലുള്ള പുതിയ ഘട്ടം എന്നിവയ്ക്ക് വഴിയൊരുക്കിയേക്കാം.